ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ മീറ്റിംഗ്, പിന്നെ ഉപവാസ പ്രാർത്ഥന, മിനിസ്ട്രി ഓപ്പണിംഗ്, ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടെ എന്താണ് ചെയ്യുവാൻ ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന് നിത്യമായ പദ്ധതി എന്നിൽ നിറവേറ്റപ്പെടുവാൻ ഒരു വെല്ലുവിളിയായിട്ട് ഇന്ന് രാത്രി ഏറ്റെടുക്കും. കാരണം നീ എന്ത് പറയുന്നു അത് ചെയ്യുവാൻ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ഇനി നിവർത്തിക്കപ്പെടുവാൻ, ആ ഒരു സമർപ്പണം കൊടുക്കേണ്ട പോലെ എത്ര വലുതാണെങ്കിലും അങ്ങെന്ത് പറയുന്നുവോ ആ നിലയിൽ ആയിത്തീരുവാൻ നമ്മൾ താഴ്ത്തിയേൽപ്പിക്കേണ്ടവെങ്കിൽ ദൈവം വലിയ ഈ കാലം ചെയ്യും. സ്വന്തം അതുകൊണ്ട് ഞാൻ പ്രാരംഭമായിട്ട് എന്നാണ് പേര്. വളരെ ശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ യൂസ് ചെയ്യുന്നു തന്നെ അനുഗ്രഹിക്കുന്നു. I'm just going to take 5 or 10 minutes. And after that, you will have a wonderful biryani word of God. The word of God that will change your families. Our family has to be a little heaven. It has to be a little heaven. If there is a problem in our family, then it's very difficult for us to march forward. If we have a very happy family, Satan is very jealous about it. And he somehow tries to spoil the joy and peace in our family. But he is not going to succeed all the time. He is already defeated. We have heard preachers saying his head is crushed, saying that Jesus has crushed the head of Satan. But his tail is still wagging. Beloved, when Jesus does something, he finishes it. He never leaves it half done. He never crushes the head and leaves the tail wagging all the time. Satan is not powerful that he is wagging his tail for the past 2013 years. His head is crushed, his tail is crushed, everything is crushed. Can I hear a big hallelujah? Only thing he is acting as if he is alive, that's all. He is acting as if he is powerful. He is acting as if he is a lion. But he is nothing. We are the children of the tribe of Judah, Lion of Judah. So we are real lions. Real lions. He is just acting like a lion. We just have to know that he is defeated. We have to remind him that he is defeated. We have to remind ourselves that he is defeated. And then his defeat is assured. I just want to tell you one thing and conclude. There's a major difference between the Old Testament and the New Testament. There is a major difference how Jesus changed the law. If you take Matthew chapter 5, I don't have time to go into the depth of it. Okay, maybe one verse. Chapter 5:21.
കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഞാൻ പറയുന്നത്. അവിടെ എന്താണ് കർത്താവ് അവിടെ മാറ്റുന്നത്? അവിടെ കൊണ്ടുവരുവാൻ ദൈവം പരിശ്രമിക്കുന്ന ആ വ്യത്യാസം എന്താണ്? കർത്താവ് പ്രവൃത്തിയിൽ നിന്നും ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങളെ മാറ്റിമറിക്കുന്നു. കൊല ചെയ്യുക എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ്, പക്ഷെ വെറുപ്പ് എന്നുള്ളത് അതിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു മോട്ടീവാണ്. വ്യഭിചാരം എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ്, പക്ഷേ നമ്മെ അതിലേക്ക് നയിക്കുന്നത് നോട്ടമാണ്. പിശാച് എപ്പോഴും പരിശ്രമിക്കുന്ന സഭയെ പ്രവൃത്തിയുടെ തലങ്ങളിൽ കുടുക്കിക്കളയുവാൻ. എന്നാൽ കർത്താവ് അതിനേക്കാൾ കർത്താവിന്റെ ഉദ്ദേശം അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ കർത്താവ് ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ഒരുപക്ഷെ പറയാം, ഞാൻ കാണുവാൻ വളരെ മനോഹരമായിരിക്കുന്നു. കർത്താവ് ഹൃദയത്തിന്റെ ഉദ്ദേശങ്ങളെ തിരിച്ചറിയുന്നു. നിങ്ങൾ ആരെങ്കിലും വഴക്ക് പറയുവാൻ പോകുന്നു, കർത്താവ് അതിന്റെ ഉദ്ദേശത്തെ കർത്താവ് ശോധന ചെയ്യും. നമ്മൾ കൊടുക്കുന്ന വഴിപാടുകൾ പോലും പുതിയ നിയമത്തിൽ ദശാംശം എന്നതില്ല. നാം ദശാംശം കൊടുക്കേണ്ടവരുമല്ല. നമ്മുടെ ശമ്പളത്തിന്റെ വരുമാനത്തിന്റെ 10% കൊടുക്കാനുള്ളവരല്ല. അതല്ല പുതിയ നിയമം പഠിപ്പിക്കുന്നത്. മലാക്കി പ്രവചനം പഴയ നിയമത്തിന്റെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ എഴുതപ്പെട്ടതാണ്. പുതിയ നിയമം പറയുന്നു സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന്. സന്തോഷത്തോടെ നൽകുന്നു. എത്രയാണെന്ന് കണക്ക് കൂട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ അവർ പൈസ പോലും എണ്ണി തിട്ടപ്പെടുത്തുന്നത് അങ്ങനെയുള്ളവരെ അല്ല. കർത്താവ് ഒരിക്കലും കർത്താവ് വളരെ ബുദ്ധിമാനാണ്. കർത്താവ് 8-1 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നാം കണക്ക് കൂട്ടി ബുദ്ധിമുട്ടിയത് 10-1 ആക്കിയത് നല്ലത്. അത് പെട്ടെന്ന് നമുക്ക് കണക്ക് കൂട്ടി എടുക്കുവാൻ കഴിയും. എന്നാൽ പുതിയ നിയമം നാം സന്തോഷത്തോടെ കൊടുക്കുന്നത്. നമുക്ക് ഉള്ളതെല്ലാം എടുത്ത് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നാം കൊടുക്കേണ്ടതുണ്ട്. അതാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട. ഞാൻ അതിനെ കൂടുതൽ എംഫസൈസ് ചെയ്യുവാൻ എനിക്ക് കഴിയില്ല. അത് എന്നെ കൊണ്ട് സാധ്യമല്ല. കാരണം അത് വളരെ പ്രധാനപ്പെട്ട. നാം പലപ്പോഴും പുറമേയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. തമിഴ്നാടും കേരളം ഇതിൽ മുൻപന്തിയിലുമാണ്. നിങ്ങൾ വെള്ള വസ്ത്രമാണോ ധരിക്കുന്നത്? നിങ്ങൾ മീശ പഠിച്ചോ? ആഭരണം ധരിക്കുന്നവരാണോ? അതിൽ തെറ്റൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം വെള്ളയാണ്. ഞാൻ 10 വയസ്സ് എനിക്കുള്ളപ്പോൾ ഞാൻ എന്റെ ആഭരണം ഉപയോഗിച്ചത്. ഞാൻ ആഭരണം ധരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ തീരുമാനമായിട്ടൊന്നും ദിവസത്തിൽ അതെടുത്തില്ല. ഞാൻ പറഞ്ഞു, ഇത്ര മാത്രം പറഞ്ഞു. ഞാൻ അത് ധരിക്കണ്ട എന്നുള്ളത് എന്റെ ഹിതമാണെങ്കിൽ ഞാൻ ധരിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഞാൻ അത് ഉപേക്ഷിച്ചു.
hypocrisy. അത് ഒരു കാപട്യമല്ലേ? Going outside I will wear. Coming back to India I want to show I am very spiritual. I have to remove it. ഇന്ത്യക്ക് പുറത്ത് പോകുമ്പോൾ ധരിക്കുകയും ഇന്ത്യക്ക് അകത്ത് വരുമ്പോൾ ആത്മീയത കാണിക്കാൻ വേണ്ടി ഞാൻ അത് ധരിക്കാതിരിക്കുകയും ചെയ്യുന്നത്. Hypocrisy is the worst sin that jewels. കാപടഭക്തിയാണ് ആഭരണം ധരിക്കുന്നതിനേക്കാളും വലിയ പാപം. So then I thought, okay, let me wear. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ധരിക്കാം. So it's a personal. This is not going to hinder my relationship with God because my motive is what God sees. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതിലെ ഉദ്ദേശം ശരിയായതുകൊണ്ട് ഇത് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ അത് ബാധിക്കുന്നില്ല. God wants us to check our motives. കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ, ഉദ്ദേശങ്ങളെ, Every word we speak, കർത്താവ് തന്റെ വചനം നമ്മളോട് സംസാരിക്കുന്നു. even a meeting, ഒരു യോഗത്തിൽ, even for praying, ഒരു പ്രാർത്ഥന കാര്യങ്ങളിൽ പോലും, even when you go to God, നാം ദൈവത്തിന്റെ സന്നിധിയിൽ പോകും. are we going to God to get something from Him? ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടി മാത്രമാണോ പോകുന്നത്? Or are we going to God because just to tell Him that we love Him? കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാനാണോ നാം ചെല്ലുന്നത്? When we sing hallelujah, നാം ഹല്ലേലൂയ പറയുമ്പോൾ why do we raise our hands? എന്തുകൊണ്ടാണ് നാം കരങ്ങളെ ഉയർത്തുന്നത്? Is it because everyone is raising, so if I don't raise, someone will think that? എല്ലാവരും കൈകളെ ഉയർത്തുന്നത് കൊണ്ട് ഞാനും ഉയർത്തണം എന്ന് വിചാരിച്ചുകൊണ്ടാണോ? Or is it because I just love you, Lord? അതോ ഞാൻ എന്നെ സ്നേഹിക്കുന്ന കർത്താവെ എന്ന പ്രതീകാത്മകമായിട്ടാണോ? I just want to leave one silent note before I leave. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനാണ്. I encourage the church to check our motives. ഞാൻ സഭയെ പ്രചോദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഉദ്ദേശങ്ങളെ നിങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്. We read the Bible. Why? എന്തുകൊണ്ടാണ് നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നത്? Because when we go out without reading the Bible, we will meet with an accident? നമ്മൾ വചനം വായിക്കാതെ പുറത്തു പോയാൽ ആക്സിഡന്റ് ഉണ്ടാകുമെന്ന് പേടിച്ചാണോ? No, because it's a love letter and I want to know what my God has written to me. ഇത് എനിക്ക് കർത്താവ് എഴുതിയ ഒരു സ്നേഹത്തിന്റെ കത്താണ്. ഇത് ഞാൻ വായിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് Why do I pray? Why do I ഞാൻ pray? പ്രാർത്ഥിക്കുന്നത്. Not because I have to pray, I have to give tithe 1/10, okay, 24 hours, 2 hours, 40 minutes, not like that. പ്രാർത്ഥിക്കണമല്ലോ, ഞാൻ ഇതിന്റെ ദശാംശം കൊടുക്കണമല്ലോ എന്ന് കണക്കുകൂട്ടി 2-15 മിനിറ്റ് നാം ദൈവസന്നിധിയിൽ കൊടുക്കണം എന്നതുകൊണ്ടല്ല. Just because I love Him, I will talk for 2 hours, I will talk for 3 hours, I will talk as much as I want without saying the time. എന്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് 2-3 മണിക്കൂറൊന്നല്ല, എന്നെ കൊണ്ട് കഴിയുന്ന വിധം അവന്റെ മുമ്പിൽ സമയം ചെലവഴിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So here our God is waiting with an open heart to look at the motives. കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ പൂർണ്ണതയെ, അവിടെ നിന്ന് നമ്മുടെ ഉദ്ദേശങ്ങളെ അവിടെ നിന്ന് കാണുന്നു. If we check our motives നമ്മുടെ ഉദ്ദേശങ്ങളെ നാം പരിശോധിക്കുന്നു and do what we are doing right now, നാം ഇപ്പോൾ ചെയ്യുന്നത് നാം തുടരുകയാണെങ്കിൽ the church is going to grow like nothing. ദൈവസഭ വളരെ ശക്തമായി It's going to grow like വളരുന്നു. anything. അത് വളരെ ശക്തമായി തന്നെ വളരും. It will definitely grow beyond what you expect. നാം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി ദൈവസഭ വളരും. Even when giving, we are going to take an offering. നാം ഇപ്പോൾ നാം കർത്താവിനായി കൊടുക്കാൻ പോവുകയാണ്. I was just seeing what is the difference between Cain's offering and Abel's offering. ഞാൻ കയീന്റെ വഴിപാടും ഹാബേലിന്റെ വഴിപാടും തമ്മിലുള്ള വ്യത്യാസം കുറിച്ച് മനസ്സിലാക്കുക. What is the difference? എന്താണ് അതിലുള്ള വ്യത്യാസം? Just see. നമുക്ക് പരിശോധിക്കാം. Cain took some of the ground, the things that the ground produced. തന്റെ നിലത്തിന്റെ വിളവിൽ നിന്നും ചിലത് കയീൻ എടുത്തു. Okay, I have to give to God. Let me take something. Nothing wrong. കർത്താവിന് കൊടുക്കണമല്ലോ, കുറച്ച് കൊടുത്തേക്കാം, വളരെ തെറ്റൊന്നുമില്ല അതില്. Nothing wrong. അതിൽ തെറ്റൊന്നുമില്ല. But you know what Abel did? നിങ്ങൾക്കറിയാമോ ആബേൽ എന്താണ് He ചെയ്തത്? took the first claims. ഒന്ന്, അവൻ ആദ്യ കടിഞ്ഞൂലിനെ അവൻ Then എടുത്തു. he took the fattest things. 2, അതിൽ മേത്തരമായതിനെടുത്തു. Because his attitude matters. കാരണം അവന്റെ മനോഭാവമായിരുന്നു അതിൽ You പ്രകടമായിരുന്നു. are going to take your money in your hand with the right attitude. നിങ്ങൾ ശരിയായ മനോഭാവത്തോടുകൂടി നിങ്ങളുടെ പണത്തെ ദൈവത്തിന് മുമ്പിൽ എടുക്കുന്നു. When you give to God, don't think you are giving to this man of God. You are not giving to that man of നിങ്ങൾ God. ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദൈവ മനുഷ്യന് കൊടുക്കുന്നു എന്ന ചിന്തയോടെയല്ല. You are not giving to that pastor. നിങ്ങൾ ഒരു പാസ്റ്ററിനല്ല കൊടുക്കുന്നത്, You are giving to God. നിങ്ങൾ ദൈവത്തിനാണ് കൊടുക്കുന്നത്. And the pastor need not repay. പാസ്റ്റർ അല്ല നിങ്ങൾക്ക് തിരിച്ചു തരുന്നത്, God is going to repay. ദൈവം തന്നെയാണ് നിങ്ങൾക്ക് അത് മടക്കി തരുന്നത്. If you are going to open the small purse, നിങ്ങൾ ചെറിയ പേഴ്സിന് ചെറിയ ഒരു എമൗണ്ട് ആണ് എടുക്കുന്നതെങ്കിൽ God is going to open the big heaven. നിങ്ങൾ ചെറിയ എമൗണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ കർത്താവ് വലിയ സ്വർഗ്ഗത്തെ നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. God loves a cheerful giver. കർത്താവ് സന്തോഷത്തോടെ കൊടുക്കുന്നവരെ. God loves everything done with a pure motive. കർത്താവ് ശരിയായ
that we may check the motives that we do. നമ്മുടെ ഉദ്ദേശങ്ങളെ പരിശോധിക്കുവാനുള്ള നല്ല മനോഭാവത്തെ ദൈവം നമുക്ക് നൽകുവാനാണ്. May God bless you. ദൈവങ്ങളെ അനുഗ്രഹിക്കുന്നു. ആശ്വാസത്തിൽ